ഒരു ചോദ്യം ചോദിക്കട്ടെ. എമിറേറ്റ്സും സിംഗപ്പൂർ എയർലൈൻസും പോലെ ലോകത്തിലെ ഏറ്റവും വലിയ എയർലൈൻസ് ഇവരൊക്കെ ഒരു സീറ്റിൽ നിന്ന് എത്ര രൂപയാണ് ലാഭം ഉണ്ടാക്കുന്നതെന്ന് അറിയാമോ? പല ഫ്ലൈറ്റ്സിലും ഓൾമോസ്റ്റ് സീറോ. ചില സീറ്റ്സ് അവർ വിൽക്കുന്നത് നഷ്ടത്തിലാണ്. എന്നിട്ടും അവർ ലോകത്തിലെ ലാഭമുണ്ടാക്കുന്ന കമ്പനീസിൽ ചിലതാണ്. കാരണം അവർ ടിക്കറ്റിൽ നിന്നല്ല ശരിക്കും കാശുണ്ടാക്കുന്നത്. ആ സീറ്റ്, അവർ വിൽക്കുന്ന ആ സീറ്റ് ഒരു പ്രോഡക്റ്റ് അല്ല, അത് ഒരു കസ്റ്റമറിനെ കൊണ്ടുവരാനുള്ള വഴിയാണ്. ആ കസ്റ്റമറിൽ നിന്നാണ് അവർ ലാഭമുണ്ടാക്കുന്നത്. ഡ്യൂട്ടി ഫ്രീ ഷോപ്പിംഗിൽ കൂടി ആയിരിക്കാം, പ്രീമിയം ലോഞ്ചസ്, ക്രെഡിറ്റ് കാർഡ് പാർട്ട്ണർഷിപ്പ്, കാർഗോ, അങ്ങനെ ഒരുപാട് മാർഗങ്ങളിലൂടെ. 2026 ജൂൺ 15 മുതൽ KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് യാത്ര ഫ്രീ ആണ്. ഇത് കേട്ടപ്പോൾ കേരളം മൊത്തം ഒരേ ചോദ്യമാണ് ചോദിക്കുന്നത്: ഇതിനുള്ള ചെലവ് എവിടെ നിന്ന് വരും? KSRTC ഓൾറെഡി കടത്തിലല്ലേ, അപ്പോൾ ഇതൊരു വലിയ നഷ്ടമല്ലേ? ഞാൻ പറയും, ആ ചോദ്യം ഒരു റോങ് ചോദ്യമാണ്. ഒരു കമ്പനിയുടെ ഒരു അക്കൗണ്ടന്റ് ചോദിക്കുന്ന ചോദ്യം. എന്നാൽ ഒരു ബിസിനസിന്റെ പെർസ്പെക്റ്റീവിൽ നോക്കിയാൽ ആ ഫ്രീ ടിക്കറ്റ് ഗവൺമെന്റിന് എത്ര വലിയ ഓപ്പർച്യൂണിറ്റിയാണ് വാങ്ങി തരുന്നത് എന്ന് നമ്മൾ കാണണം. അതുമാത്രമല്ല, ലോ ഇൻകം ഉള്ള സ്ത്രീകൾക്ക് മാത്രം ഈ ഫ്രീ കൊടുത്താൽ പോരെ എന്നുള്ള ആർഗ്യുമെന്റിനും നമുക്ക് ഇന്നൊരു ഉത്തരം കണ്ടുപിടിക്കാം. ഈ ഫ്രീ ബസ് സ്കീം ശരിയായ രീതിയിൽ ചെയ്താൽ അതൊരു ചെലവോ ഒരു വേസ്റ്റോ അല്ല. ഇത് കേരളത്തിലെ ഏറ്റവും വലിയ കസ്റ്റമർ അക്വസിഷൻ സ്ട്രാറ്റജി ആകാം. KSRTCക്ക് ഒരു പുതിയ ഇക്കോണമി ബിൽഡ് ചെയ്യാനുള്ള അവസരവും ആകാം. ഇതെങ്ങനെയാണ് എന്ന് വേരിഫൈഡ് ആയിട്ടുള്ള ഡാറ്റ വെച്ച്, ലോകത്തിൽ ഇത് ചെയ്ത സ്ഥലങ്ങളുടെ ഉദാഹരണം വെച്ച് ഞാനിന്ന് കാണിച്ചു തരാം. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണം, കാരണം അവസാനം ഞാനൊരു നമ്പർ പറയും. ഈ കൊടുക്കുന്ന സ്കീം ബ്രേക്ക് ഈവൻ ആകാൻ കേരളത്തിൽ എത്ര വർക്കിംഗ് വുമൻ വേണം എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഈ നമ്പറാണ് ഈ ഹോൾ ഡിബേറ്റിന്റെ ശരിയായ സെന്റർ. അത് ലോജിക്കലാണോ പോസിബിൾ ആണോ എന്ന് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാക്കാൻ സാധിക്കുന്നതുമാണ്. അപ്പോൾ ഈ ചാനലിലോട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത് എങ്കിൽ വെൽക്കം ഹോം. നമ്മളെ പോലെയുള്ള സാധാരണ ആളുകളുടെ ചിന്താഗതിയും ഫിനാൻസും ലൈഫും ഒക്കെ ബെറ്റർ ആക്കുന്ന തരത്തിലുള്ള വീഡിയോസ് ആണ് നമ്മളിവിടെ ചെയ്യാൻ ശ്രമിക്കുന്നത്. ലക്ഷക്കണക്കിന് വീഡിയോസിനിടയിൽ എന്നെ ഇനി നിങ്ങൾക്ക് മിസ്സായി പോവാതിരിക്കാനായിട്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് കൺസിഡർ ചെയ്യുക. ഈ വീഡിയോയുടെ എൻറ്റയർ പോയിന്റ് ഞാൻ 2 ലെൻസുകളിൽ കൂടിയാണ് കാണിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ലെൻസ് എക്സ്പെൻസിന്റെ ലെൻസാണ്. ഫ്രീ ആയിട്ട് ടിക്കറ്റ് കൊടുക്കുക എന്ന് വെച്ചാൽ ലോസ്റ്റ് ആയിട്ടുള്ള റവന്യൂ ആണ്. അതിൽ കയറുന്ന സ്ത്രീകളൊന്നും കാശ് കൊടുക്കുന്നില്ല. അത്രയും പണം KSRTCക്ക് നഷ്ടമാണ്. ഇത് മിക്ക ആളുകളും മിക്ക ഡിബേറ്റിലും ഉപയോഗിക്കുന്ന ഒരു ലെൻസാണ്. ആ ലെൻസ് നമുക്ക് കണ്ടില്ല എന്നടിക്കാൻ പറ്റില്ല, അതുകൊണ്ട് നമുക്ക് അതും ഡിസ്കസ് ചെയ്യാം. ഇനി രണ്ടാമത്തെ ലെൻസ് ഇൻവെസ്റ്റ്മെന്റ് ലെൻസ്. ഈ ഫ്രീ ആയിട്ടുള്ള ടിക്കറ്റ് കൊണ്ട് KSRTCക്ക് അല്ലെങ്കിൽ ഗവൺമെന്റിന് ഒരു മാസീവ് ആയിട്ടുള്ള പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ലോയൽ ആയിട്ടുള്ള ഓഡിയൻസിനെ കിട്ടുന്നു. ആ ഓഡിയൻസിന് ഒരു വാല്യൂ ഉണ്ട്. ആ വാല്യൂ എങ്ങനെ അൺലോക്ക് ചെയ്യും? ഇതാണ് രണ്ടാമത്തെ ലെൻസ്. ഇത് വെറും ഒരു തിയറി അല്ല. ലോകത്തിൽ ഏറ്റവും നന്നായിട്ട് വിജയിച്ചിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ട് കമ്പനി ഇതേ ലെൻസ് വെച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഹോങ്കോങ്ങിലെ MTR, അവരുടെ മെട്രോ സിസ്റ്റം. അവർ ടിക്കറ്റിൽ കിട്ടുന്ന കാശ് കൊണ്ടല്ല പ്രധാനമായിട്ട് ആ സിസ്റ്റം റൺ ചെയ്യുന്നത്. അവരുടെ ടോട്ടൽ റവന്യൂവിന്റെ പകുതിയിൽ കൂടുതൽ ഫെയറിൽ നിന്നല്ല വരുന്നത്. പ്രോപ്പർട്ടി, റീറ്റെയിൽ, കൊമേഴ്ഷ്യൽ സ്പേസസ് ഇവിടെയൊക്കെ നിന്നാണ്. ഇതിന്റെ റിസൾട്ട് എന്താണ്? MTRന് ഗവൺമെന്റിന്റെ സബ്സിഡി വേണ്ട. 99.9% സമയത്തും ട്രെയിൻ കൃത്യസമയത്ത് ഓടുന്നു. എന്നിട്ടും ആരും പൈസ കൊടുക്കാനിട്ടും അവർ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു. അവരൊരു ടിക്കറ്റ് വിൽക്കുന്ന കമ്പനി അല്ല. അവർക്കുള്ള ഒരേ ഒരു ഉറപ്പ്, ദിവസവും ലക്ഷക്കണക്കിന് ആളുകൾ സ്ഥിരമായി ഒരേ സമയത്ത് ഉറപ്പായി വരും എന്നുള്ള ഉറപ്പ്. അതിനെ അവർ മോണറ്റൈസ് ചെയ്യുന്നു എന്ന് മാത്രം. KSRTCക്കും ഇതേ ലെൻസ് ഉപയോഗിക്കാൻ പറ്റുമോ? ആ ചോദ്യമാണ് ഈ വീഡിയോ. പക്ഷേ അതിനു മുമ്പ് ഈ ഫ്രീ സ്കീം കൊണ്ട് KSRTCക്ക് കിട്ടുന്ന ആ ഓഡിയൻസ് എത്ര വലുതാണ് എന്ന് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. ഈ സെനാരിയോ ചെക്ക് ചെയ്യുമ്പോഴാണ് കർണാടക ഇവിടെ കയറി വരുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, KSRTC ഈ ഫ്രീ ആയിട്ടുള്ള ടിക്കറ്റ് കൊടുക്കുമ്പോൾ ശരിക്കും അവരെന്താണ് വാങ്ങിക്കുന്നത്? ഉത്തരം ഒരു ഓഡിയൻസിനെ. പക്ഷേ അത് എത്ര വലുതാണ്? നമുക്ക് കർണാടകത്തിലേക്ക് നോക്കാം. 2023 കർണാടക ഇതേ സെയിം സ്കീം ശക്തി എന്ന പേരിൽ കൊണ്ടുവന്നു. അസിം പ്രേംജി യൂണിവേഴ്സിറ്റിയിലെ 2 സ്റ്റുഡൻസ് 2.89 crore ബസ് ട്രിപ്പുകൾ അനലൈസ് ചെയ്ത് നോക്കി. അവർ കണ്ടെത്തിയത് ഈ സ്കീം വന്നതിന് ശേഷം പുരുഷന്മാരുടെ യാത്ര ചെയ്യുന്ന നമ്പറിനേക്കാളും സ്ത്രീകൾ യാത്ര ചെയ്യുന്ന നമ്പർ ബിസിയസ്റ്റ് ആയിട്ടുള്ള റൂട്ടിൽ ഒരുപാട് ഔട്ട് നമ്പർ ചെയ്തു എന്നാണ്. ബംഗളൂരുവിലെ CBDയിൽ ബസ്സിൽ ഇപ്പോൾ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളാണ് എന്ന് ചുരുക്കം. പെട്ടെന്ന് ആ ഒരു സ്കീം കൊണ്ടുവന്നപ്പോൾ ഉണ്ടായ ഒരു ടെമ്പററി ട്രെൻഡ് ആയിരുന്നില്ല അത്. ആദ്യത്തെ 6 മാസത്തെ ആ ഒരു സർജിന് ശേഷം ഈ റൈഡർഷിപ്പ് സ്റ്റേബിൾ ആയിട്ട് മുന്നോട്ട് പോയി. പെർമനന്റ് ആയി അത് നിലനിൽക്കുകയും ചെയ്തു. ഇത് ബിസിനസിന്റെ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താൽ എന്താണ് അർത്ഥം? KSRTCക്കും കിട്ടാൻ പോകുന്നത് കേരളത്തിലെ ഏറ്റവും പ്രെഡിക്റ്റബിൾ ആയ, ഏറ്റവും ലോയലായ, ഏറ്റവും ക്ലിയർലി ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഓഡിയൻസിനെയാണ്. ഒരേ റൂട്ട്, ഒരേ ടൈമിംഗ്, എല്ലാ ദിവസവും. ഒരു അഡ്വർടൈസറിന്, ഒരു ബിസിനസിന് ഇതിലും വലിയൊരു സ്വപ്നം വേറെ ഇല്ല. ഇതെങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് മുന്നോട്ട് കാണാം. ഇനി രണ്ടാമത്തെ കാര്യം, ഈ ഓഡിയൻസ് വെറുതെ യാത്ര ചെയ്യുന്ന ആളുകളല്ല. അവർ പുതിയതായി ഒരു എക്കണോമിക് ആക്ടിവിറ്റി ഉണ്ടാക്കുന്നുണ്ട്. കർണാടകയിലെ ഫിസ്ക്കൽ പോളിസി ഇൻസ്റ്റിറ്റ്യൂട്ടും ജസ്റ്റ് ജോബ്സ് നെറ്റ്വർക്കും 26,000 സ്ത്രീകളെ സർവേ ചെയ്തു. ആദ്യത്തെ വർഷത്തിൽ തന്നെ
ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ 25.3% നിന്നും 30.2% ഉയർന്നു. മാത്രമല്ല 57% സ്ത്രീകൾ പറഞ്ഞത് അവരുടെ ജോബിലേക്കുള്ള ആക്സസ് ഒരുപാട് മെച്ചപ്പെട്ടു എന്നുമാണ്. ഇതുകൊണ്ട് എന്താണ് ഇമ്പോർട്ടന്റ്? 10,000 രൂപയ്ക്ക് ഒരു മാസം വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് 1,500 രൂപയെങ്കിലും ഒരു മാസം ലാഭിക്കാൻ സാധിക്കുമെങ്കിൽ അവർക്ക് ഒരു സഡൻ 15% സാലറി റൈസ് കിട്ടിയതുപോലെയാണ്. കൂടുതൽ ആളുകളെ വർക്ക് ഫോഴ്സിലേക്ക് കൊണ്ടുവരാൻ അതിന് കഴിയും. കൂടുതൽ ആളുകൾക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. അവർ സ്പെൻഡ് ചെയ്യുന്നു, ഇക്കോണമിയിലേക്ക് പങ്കാളികളാകുന്നു. അതുമാത്രമല്ല അവർ വർക്ക് ചെയ്യുന്ന ചെറിയ കമ്പനി ആയിക്കോട്ടെ വലിയ കമ്പനി ആയിക്കോട്ടെ അവർ ഒരു പേ റൈസ് കൊടുക്കാതെ തന്നെ അവർക്ക് അതിന്റെ അഡ്വാൻറ്റേജും കിട്ടുന്നു. ഇനി മൂന്നാമത്, ഈ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ടിക്കറ്റിൽ ഒന്നും ഇൻകം സ്കെയിൽ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കൂടുതൽ ബൈയിങ് പവർ ഉള്ള ആളുകളും ഇതിലേക്ക് അട്രാക്റ്റഡ് ആയി വന്നേക്കാം. ചുരുക്കി പറഞ്ഞാൽ കയ്യിൽ ഇഷ്ടം പോലെ കാശുള്ള ആളുകളും ഫ്രീ ടിക്കറ്റിന്റെ ബെനിഫിറ്റ് എടുക്കാനുള്ള സാധ്യതകളുണ്ട്. സാധ്യതയല്ല, തീർച്ചയായിട്ടും എടുക്കും. അവർക്കും ഈ KSRTCയുടെ ഹോൾ സ്ട്രാറ്റജി ബിസിനസ്സിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും. കാരണം അവരും ഇതിന്റെ വളരെ വാല്യുബിൾ ആയിട്ടുള്ള കസ്റ്റമർ ആണ്. ഇതിന്റെ ബിസിനസിനെ പറ്റി കൂടുതൽ മുന്നോട്ട് സംസാരിക്കുമ്പോൾ അത് ക്ലിയർ ആവും. സോ ഇപ്പോൾ ഒന്ന് നോക്കൂ, ഈ ഫ്രീ ടിക്കറ്റ് 3 കാര്യങ്ങളാണ് നമുക്ക് അതല്ലെങ്കിൽ KSRTCക്ക് വാങ്ങിത്തരുന്നത്. 1, ഒരു വലിയ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഓഡിയൻസിനെ. 2, പുതിയ വർക്കേഴ്സിനെ, പുതിയ ഇൻകം, പുതിയ സ്പെൻഡിങ്. 3, ബൈയിങ് പവർ ഉള്ള ഒരു സെറ്റ് ഓഫ് ഓഡിയൻസിനെ. ഇത് 3ഉം മോണറ്റൈസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു അസറ്റാണ്. അത് എങ്ങനെ മോണറ്റൈസ് ചെയ്യാം എന്ന് നമുക്ക് അടുത്ത സെക്ഷനിൽ നോക്കാം. അപ്പോൾ ശരിക്കും ഇവിടെയാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാർട്ട് കിടക്കുന്നത്. ഈ ഓഡിയൻസിനെ വെച്ച് KSRTCക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇതൊന്നും ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച ഫാന്റസി ഒന്നുമല്ല. ലോകത്തിൽ ഇതിൽ ഓരോന്നും എവിടെയെങ്കിലുമൊക്കെ ഓൾറെഡി നടക്കുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തത്, നമ്മുടെ ബസ് സ്റ്റാൻഡുകൾ വെറും ബസ് സ്റ്റാൻഡുകൾ മാത്രമല്ല, അത് മിനി മോളുകളാണ്. ദിവസവും ആയിരക്കണക്കിന് സ്ത്രീകൾ ഒരു സ്റ്റാൻഡിൽ വന്ന് കാത്തു നിന്ന് ഒരു ബസ്സിൽ കയറി പോകുന്നു. ആ ഫുഡ് ട്രാഫിക് അതൊരു ഗോൾഡ് മൈനാണ്. ഫാർമസികൾക്ക്, ബേക്കറികൾക്ക്, കോഫി ഷോപ്പിന്, മൊബൈൽ അക്സസറീസിന്, കുട്ടികളുടെ പ്രോഡക്ട്സിന് സ്ത്രീകളുടെ റേഷ്യോ കൂടുന്ന സമയത്ത് കൂടുതൽ സ്ത്രീകൾ വാങ്ങിക്കുന്ന പ്രോഡക്ട്സ് സെല്ല് ചെയ്യുന്ന ഷോപ്പുകൾക്ക് എയർപോർട്ടുകൾ ഇത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. മിക്കപ്പോഴും എയർ ടിക്കറ്റിൽ അതല്ലെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റിൽ നിന്നല്ല എയർപോർട്ടുകൾ ലാഭം ഉണ്ടാക്കുന്നത്, അതുവഴി കടന്നു പോകുന്ന ആളുകളെ വെച്ചാണ്. KSRTCക്ക് അതേപോലെ തന്നെ ഇന്ന് കേരളത്തിലുള്ളത് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് ആണ്. ബിസിനസ് സെന്റർ ആയിട്ടുള്ള സ്ഥലത്ത് തന്നെ ലാൻഡ് ഓൺ ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണ് ഈ KSRTC. ഇപ്പോഴത്തെ സെനാരിയോയിൽ അത് വെറും ബസ് നിർത്താനായിട്ട് ഉപയോഗിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ഓഡിയൻസിന്റെ പ്രൊപ്പോർഷൻ സ്ത്രീകളിലേക്ക് ഇൻക്ലൈൻ ചെയ്യുന്ന സമയത്ത് അവരെ ഫോക്കസ് ചെയ്യുന്ന ബിസിനസ്സസ് ഷോപ്പ് തുടങ്ങാനായിട്ട് ഈ സ്ഥലങ്ങളിൽ കൂടുതൽ പണം ബിഡ് ചെയ്ത് വാങ്ങാൻ തയ്യാറാവും. നമ്മൾ ആദ്യം കണ്ട 3rd കാറ്റഗറിയിലുള്ള ബൈയിങ് പവർ ഉള്ള കസ്റ്റമേഴ്സ് ആയിരിക്കും ആ ബിസിനസ്സുകൾക്ക് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി തരാൻ പോകുന്നത്. ഇനി രണ്ടാമത് അഡ്വർടൈസിംഗ്. ഇതാണ് ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് വരാൻ പോകുന്ന ഓപ്പർച്യൂണിറ്റി. ഇന്നത്തെ ഒരു സെനാരിയോയിൽ അഡ്വർടൈസേഴ്സിന് സ്ത്രീ കൺസ്യൂമേഴ്സിനെ കൺസിസ്റ്റന്റ് ആയിട്ട് റീച്ച് ചെയ്യാൻ നല്ലപോലെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ ഒരു സെനാരിയോയിൽ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. 60% തൊട്ട് 80% വരെ ഫീമെയിൽ റൈഡർഷിപ്പ് ഉള്ള ബസ്സുകളിൽ പ്രെഡിക്റ്റബിൾ റൂട്ട്സിൽ ഡെയിലി എക്സ്പോഷർ, ഇൻഷുറൻസ്, ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ, ബാങ്ക്സ്, ഗോൾഡ് ലോൺസ്, ഓൺലൈൻ ഷോപ്പിംഗ് ഇതെല്ലാം സെല്ല് ചെയ്യാൻ സാധിക്കും. ഈ ബ്രാൻഡുകളെല്ലാം ഇതിന് നല്ലതുപോലെ കാശ് മുടക്കാനും തയ്യാറാകും. ബസ്സിന്റെ പുറത്ത് മാത്രമല്ല, അകത്ത് ഡിജിറ്റൽ സ്ക്രീനിൽ ഓഡിയോ ആഡ്സ് ആയിട്ട്, QR കോഡ് ക്യാമ്പയിൻ ആയിട്ട് എല്ലാം ആഡ്സും ബ്രാൻഡിങ്ങും സെല്ല് ചെയ്യാൻ സാധിക്കും. ഒരു ബസ്സിന്റെ റൂട്ട് ഒരു അഡ്വർടൈസിംഗ് ചാനലായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ സാധിക്കും. ഓരോ റൂട്ടിന്റെയും ബൈയിങ് പവർ വെച്ച്, ക്ലിക്ക് റേറ്റ്സ് വെച്ച് ആഡിന്റെ കോസ്റ്റുകൾ ഗവൺമെന്റിന് തന്നെ പ്ലാൻ ചെയ്ത് തുടങ്ങാം. ഇതൊന്നും സാധിക്കില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ അങ്ങനെ ഒരിക്കലും ചിന്തിക്കേണ്ട. ഇതൊക്കെ വളരെ ഈസിലി പോസിബിൾ ആവുന്ന കാര്യമാണ് ഇത്രയും ടെക്നോളജി ഉള്ള ഇന്നത്തെ കാലത്ത്. ഇനി മൂന്നാമത്, കോർപ്പറേറ്റ് സ്പോൺസർഷിപ്പ്. ഈ 100% ടിക്കറ്റിന്റെ പൈസയും ഗവൺമെന്റ് പേ ചെയ്യുന്നതിന് പകരം ഒരു ബാങ്ക്, ഒരു ഇൻഷുറൻസ് കമ്പനി, ഒരു ടെലികോം കമ്പനി അവർ ഈ വിമൻസ് മൊബിലിറ്റി ഇനീഷ്യേറ്റീവിനെ സ്പോൺസർ ചെയ്യുന്നു. പകരം അവർക്ക് ബ്രാൻഡിംഗ് റൈറ്റ്സ് കൊടുക്കുന്നു, CSR റെക്കഗ്നിഷൻ കൊടുക്കുന്നു. വലിയ കമ്പനീസ് ഒക്കെ ഓൾറെഡി CSRന് വലിയ തുക ചെലവാക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു വിൻ വിൻ സിറ്റുവേഷൻ ആണ്. ഈ CSR എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് അറിയാത്തവർക്ക്, ഇന്ത്യയിലെ കമ്പനീസ് ആക്ട് 2013 പ്രകാരം സർട്ടൻ സൈസിൽ കൂടുതൽ പ്രോഫിറ്റ് ഉള്ള കമ്പനീസ് അവരുടെ നെറ്റ് പ്രോഫിറ്റിന്റെ 2% അത് CSR എന്ന് വെച്ചാൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആക്ടിവിറ്റീസിന് നിർബന്ധമായും ചെലവഴിക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള കമ്പനീസുമായിട്ടും ഈ ഒരു സ്ട്രാറ്റജിയിലേക്ക് ഗവൺമെന്റിന് കൊളാബറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നാലാമത്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ പ്രീമിയം സബ്സിഡൈസസ് ഫ്രീ. അതായത് കൂടുതൽ റൈഡർഷിപ്പ് ഡിമാൻഡ് വരുന്ന സമയത്ത് ചില പ്രീമിയം സർവീസസ്, അതായത് AC ബസ്സസ്, എക്സ്പ്രസ് റൂട്ട്, റിസർവ്ഡ് സീറ്റിംഗ് ഇതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അങ്ങനെ പ്രീമിയം സർവീസസിൽ നിന്നും കിട്ടുന്ന കാശ് ഈ ഫ്രീ സർവീസിനെ കൂടുതൽ സബ്സിഡൈസ് ചെയ്യും. എയർലൈൻസുകളും തിയേറ്ററുകളും എല്ലാം ഇത് സ്ഥിരം ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. എക്കണോമി സീറ്റുകളെ ബിസിനസ് ക്ലാസ് സീറ്റുകൾ സബ്സിഡൈസ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ 4 കാര്യങ്ങൾ ഒരുമിച്ചൊന്ന് നോക്കൂ. ബെസ്റ്റ് ആൻഡ് റീറ്റെയിൽ, അഡ്വർടൈസിംഗ് സ്പോൺസർഷിപ്പ്, പ്രീമിയം സർവീസസ്, കൊളാബറേഷൻ വിത്ത് ബിഗ് കമ്പനീസ് ഇതെല്ലാം നോൺ ഫെയർ റവന്യൂ ആണ്. നേരത്തെ പറഞ്ഞ MTR ഹോങ്കോങ്ങിന്റെ റവന്യൂവിന്റെ പകുതിയിൽ കൂടുതൽ ഇതുപോലെയുള്ള
നോൺ ഫെയർ സോഴ്സസ് ആണ് എന്ന് ഓർക്കണം. KSRTC ഇപ്പോഴത്തെ ഒരു സെനാരിയോയിൽ ഇതിന്റെ ചെറിയ ഭാഗം പോലും ചെയ്യുന്നില്ല. ഈ ഫ്രീ സ്കീം ഒരുപാട് ഓഡിയൻസിനെ കൊണ്ടുവരും എന്നുള്ളത് ഉറപ്പാണ്. ആ ഓഡിയൻസ് ആണ് ഈ റവന്യൂ സ്ട്രീംസ് സാധ്യമാക്കി തരാൻ പോകുന്നത്. ഇനി ഒരൊറ്റ സ്റ്റെപ്പും കൂടെ ഡെപ്തിലേക്ക് നമുക്ക് പോകാം. മിക്കപ്പോഴും ആളുകൾ സംസാരിക്കാതെ വിട്ടുപോകുന്ന ഒരു ഭാഗമാണിത്. ഒരു സ്ത്രീ 1000 രൂപ ബസ് ഫെയർ സേവ് ചെയ്യുമ്പോൾ ആ 1000 രൂപ എങ്ങും ഡിസപ്പിയർ ആയി പോകുന്നില്ല. അത് ഇക്കണോമിയിൽ തന്നെ എവിടേക്കെങ്കിലും പോകുന്നു. അത് ഗ്രോസറി ആയിട്ടാകാം, സ്കൂൾ ഫീസ്, മെഡിസിൻ, മൊബൈൽ റീചാർജ്, ലോക്കൽ ഷോപ്സ്. അങ്ങനെ ആ 1000 രൂപ ആ ലോക്കൽ ഷോപ്സുകളും ആളുകളും തന്നെ ഏൺ ചെയ്യുന്നു. ഷോപ്പ് ഓണർ വീണ്ടും സാധനങ്ങൾ വാങ്ങിക്കുന്നു, സപ്ലയർ ഏൺ ചെയ്യുന്നു, സപ്ലയർ എംപ്ലോയിന് കൊടുക്കുന്നു, ആ എംപ്ലോയി വീണ്ടും സ്പെൻഡ് ചെയ്യുന്നു. എക്കണോമിസ്റ്റുകൾ ഇതിനെ വിളിക്കുന്നത് എക്കണോമിക് മൾട്ടിപ്ലയർ എന്നാണ്. ആ ഒരേ 1000 രൂപ പലതവണ സർക്കുലേറ്റ് ചെയ്യുന്നു. ഇനി ഇതിലും വലിയൊരു കാര്യം, ഇന്ത്യയിൽ ഇൻകം ടാക്സ് പേ ചെയ്യുന്നവർ വളരെ കുറവാണ്. ഗവൺമെന്റിന്റെ വലിയ റവന്യൂ എന്ന് പറയുന്നത് GSTയും ഇൻഡയറക്റ്റ് ടാക്സസുമാണ്. ഒരു സ്ത്രീ ജോലി കിട്ടി 15,000 രൂപ ഏൺ ചെയ്താൽ അത് സ്പെൻഡ് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാത്തിനും GST ഉണ്ട്. ക്ലോത്ത്സ്, ഫോൺ റീചാർജ്, ഗ്രോസറീസ്, അപ്ലയൻസസ് എല്ലാത്തിനും ഗവൺമെന്റ് ഇൻഡയറക്റ്റ് ആയിട്ട് ടാക്സ് കളക്ട് ചെയ്യുന്നു. സോ ആ സ്ത്രീക്ക് കൊടുത്ത ഫ്രീ ടിക്കറ്റിന്റെ ഒരു ഭാഗം അവർ സ്പെൻഡ് ചെയ്യുമ്പോൾ GST ആയിട്ട് തന്നെ ഗവൺമെന്റിലേക്ക് തിരികെ എത്തുന്നു. പിന്നെ അഗ്ലോമറേഷൻ എഫക്റ്റ്. കൂടുതൽ സ്ത്രീകൾ പുറത്തിറങ്ങുമ്പോൾ മാർക്കറ്റ്സിൽ, വർക്ക് സ്പേസിൽ, കോളേജിൽ കൂടുതൽ സ്ത്രീകൾ ഉണ്ടാവുന്നു. കൂടുതൽ സ്ത്രീകൾ ജോലി ചെയ്യാനായിട്ട് പുറത്തിറങ്ങുന്ന സമയത്ത് അത്രത്തോളം പുരുഷന്മാരോ മറ്റാളുകളോ തിരികെ ജോലി ചെയ്യാതെ വീട്ടിലേക്ക് പോകുന്നില്ല. അപ്പോൾ അതിന്റെ സിമ്പിൾ ആയിട്ടുള്ള മീനിങ് അത്രത്തോളം ആളുകൾ വർക്ക് ഫോഴ്സിലേക്ക് ഇറങ്ങുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ചുറ്റും നടക്കുന്ന ഏതൊരു ബിസിനസ് ആണെങ്കിലും അവിടെ കൂടുതൽ കസ്റ്റമേഴ്സ് ഉണ്ടാവുന്നു, പുതിയ സർവീസസ് വരുന്നു, പുതിയ ഡിമാൻഡുകൾ വരുന്നു. ഒരു സ്ഥലത്ത് കൂടുതൽ ആക്ടിവിറ്റി ഉണ്ടാകുമ്പോൾ കൂടുതൽ എംപ്ലോയ്മെന്റിനെ ആകർഷിക്കുന്നു. ഇതെല്ലാം ചേർന്ന് ആ ഗവൺമെന്റ് വരുത്തി വെച്ച ചെലവ് പതുക്കെ പല വഴികളിൽ കൂടി ഇക്കണോമിയിലേക്ക് തിരിച്ചു വരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ലേബർ പാർട്ടിസിപ്പേഷൻ, മൾട്ടിപ്ലയർ, GST അഗ്ലോമറേഷൻ, ഇതാണ് എക്സ്പെൻസ് ലെൻസിൽ കൂടെ നമുക്ക് കാണാൻ പറ്റാത്തതും ഇൻവെസ്റ്റിംഗ് ലെൻസിലൂടെ മാത്രം നോക്കുമ്പോൾ കാണാൻ പറ്റുന്നതും. പക്ഷേ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യമെല്ലാം ഓണസ്റ്റ് ആകണം എങ്കിൽ ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കാൻ പോകുന്നില്ല. ഇത് സംഭവിക്കണമെങ്കിൽ ചില കണ്ടീഷൻസ് വേണം. അവിടെയാണ് കർണാടകയുടെയും മറ്റുള്ള ഫസ്റ്റ് വേൾഡ് കൺട്രീസിന്റെയും എക്സാമ്പിൾസും വാണിംഗും വരുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് ലെൻസിന്റെ മുഴുവൻ കാര്യവും ഒരൊറ്റ കാര്യത്തിലാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്: എക്സിക്യൂഷൻ. അത് മോശമായാൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന വാദം തകരും. അത് വെറും ഒരു റെക്കറിംഗ് എക്സ്പെൻസ് മാത്രമായി മാറും. 2 യഥാർത്ഥ റിസ്കുകളാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ഒന്ന്, റീഇംബേഴ്സ്മെന്റ്. കർണാടക ഇതേ സ്കീം കൊണ്ടുവന്നപ്പോൾ അത് ട്രാൻസ്ഫോർമേഷണൽ ആയിട്ടുള്ള ഒരു മാറ്റമായിരുന്നു. പക്ഷേ ഗവൺമെന്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന് സമയത്ത് കാശ് കൊടുത്തില്ല. ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് 4000 കോടിക്ക് മുകളിൽ പെൻഡിംഗ് ഡ്യൂ കിടക്കുന്നു. അങ്ങനെ ആ കോർപ്പറേഷൻ ക്യാഷിന്റെ ക്രൈസിസിൽ പെടുന്നു. അപ്പോൾ കേരളത്തിൽ KSRTC ഓൾറെഡി ആയിരക്കണക്കിന് കോടി രൂപയുടെ ലോസിലാണ് ഇപ്പോൾ തന്നെ നിൽക്കുന്നത്. ഒരു ആർട്ടിക്കിൾ വായിച്ചതിൽ നിന്ന് മനസ്സിലായത് അക്യുമുലേറ്റഡ് ആയിട്ടുള്ള ഡെഫിസിറ്റ് എന്ന് പറയുന്നത് 19,369 കോടി രൂപയാണ് എന്നാണ്. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഗവൺമെന്റുകൾ റീഇംബേഴ്സ്മെന്റ് ലേറ്റ് ആയാൽ, അതായത് ഈ സ്ത്രീകൾക്ക് കൊടുക്കുന്ന ടിക്കറ്റിന് അവർക്ക് വരുന്ന അവരുടെ ചെലവ് ഗവൺമെന്റുകൾ റീഇംബേഴ്സ് ചെയ്ത് KSRTCക്ക് കൊടുക്കാൻ ലേറ്റ് ആയാൽ, ഈ ഞാൻ ആദ്യം പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് എന്ന സ്വപ്നം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അത് തകരും എന്നുള്ളത് ഉറപ്പാണ്. ഇനി രണ്ടാമത്, ഫ്രീ മാത്രം പോരാ, സർവീസും നല്ലതായിട്ട് ചെയ്യണം. എസ്റ്റോണിയയിൽ 2013 പബ്ലിക് ട്രാൻസ്പോർട്ട് കംപ്ലീറ്റ്ലി ഫ്രീ ആക്കി. പക്ഷേ അതിനുശേഷം നാഷണൽ ഓഡിറ്റ് ഓഫീസ് കണ്ടെത്തിയത് ഫ്രീ ആക്കിയത് കൊണ്ട് മാത്രം റൈഡർഷിപ്പ് കാര്യമായിട്ട് കൂടിയില്ല എന്നതാണ്. അവർ കൊടുത്ത സർവീസ് കൂടി മെച്ചപ്പെടുത്തിയപ്പോഴാണ്, ഫ്രീക്വൻസിയിലും റൂട്ടിലും ഒക്കെ മെച്ചം കൊണ്ടുവന്നപ്പോഴാണ് ഈ ചേഞ്ച് കൃത്യമായിട്ടുണ്ടായത് എന്നാണ്. അപ്പോൾ നമ്മുടെ KSRTC ബസ്സും വൃത്തിയായി സൂക്ഷിച്ചില്ല എങ്കിൽ, ലേറ്റ് ആയിട്ടാണ് വരുന്നത് എങ്കിൽ, സേഫ് ആയിട്ട് ആളുകൾക്ക് തോന്നിയില്ല എങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഓഡിയൻസ് വരാൻ പോകുന്നില്ല. ഓഡിയൻസ് ഇല്ല എങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ റീറ്റെയിൽ ഇല്ല, അഡ്വർടൈസിംഗ് ഇല്ല, ഒരു ഇക്കണോമിയും ഇല്ല. അപ്പോൾ എല്ലാം സർവീസ് ക്വാളിറ്റിയിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം, ഫ്രീ ആയി കൊടുക്കുന്നത് ഒരു ഔദാര്യമായി ആളുകളോട് പെരുമാറിയാൽ, ഫ്രീ അല്ലേ നിങ്ങൾക്ക് ഇതൊക്കെ മതി എന്നൊരു ആറ്റിറ്റ്യൂഡ് കാണിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജികളും തിരിഞ്ഞു കൊത്താൻ അധിക സമയം വേണ്ടിവരില്ല. സോ ഇൻവെസ്റ്റ്മെന്റ് ലെൻസ് ശരിയാണ്, പക്ഷേ അത് ഒരു കണ്ടീഷണൽ ബെറ്റാണ്. റീഇംബേഴ്സ്മെന്റ് ഓൺ ടൈം, സർവീസ് ക്വാളിറ്റി അപ്പ്, ആറ്റിറ്റ്യൂഡ് ബെറ്റർ. ഈ മൂന്നും ഇല്ല എങ്കിൽ എക്സ്പെൻസ് ലെൻസിൽ കൂടി നോക്കി ഇതൊരിക്കലും ശരിയാവാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ ആളുകളുടെ പ്രഡിക്ഷൻ തന്നെയാകും ശരിയാകാൻ പോകുന്നത്. ഇനിയാണ് ഈ വീഡിയോയുടെ ഹാർട്ട്. ഞാൻ തുടക്കത്തിൽ പ്രോമിസ് ചെയ്ത നമ്പർ. പല പൊളിറ്റിക്കൽ ഡിബേറ്റുകളിലും ആളുകൾ ചോദിക്കുന്നത്, ഈ ഫ്രീ എന്ന് പറയുന്നത് നല്ലതാണോ ചീത്തയാണോ? ഇതൊരിക്കലും തീരാത്ത ഒരു ആർഗ്യുമെന്റ് ആണ്. പക്ഷേ നമ്മളിവിടെ ചെയ്യുന്നത് എക്കണോമിക് ഡിബേറ്റ് ആണ്. ഇവിടെ നമ്മൾ ചോദിക്കേണ്ടത് വേറൊരു ചോദ്യമാണ്. ഈ കൊടുക്കുന്ന സ്കീം ബ്രേക്ക് ഈവൻ ആകണം എങ്കിൽ എത്ര വർക്കിംഗ് വുമൻ വേണം? അതല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന എത്ര ആളുകളെ നമ്മൾ
ജോലിക്ക് പറഞ്ഞു വിടണം. നമുക്ക് ഒരു എക്സാമ്പിൾ കാൽക്കുലേഷൻ നോക്കാം. ഇത് വെറും ഒരു ഇലസ്ട്രേഷൻ മാത്രമാണ്, എക്സാക്ട് ഫിഗർ അല്ല. അതിന്റെ കാരണം കേരളം ഇതുവരെ ഈ സ്കീമിന്റെ പ്രൊജക്റ്റഡ് കോസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൈലബിൾ ആയിട്ടുള്ള നമ്പേഴ്സ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഇതൊന്നും ഇൻവെന്റഡ് ആയിട്ടുള്ള നമ്പേഴ്സ് അല്ല. KSRTCയുടെ ആക്ച്വൽ ഫിനാൻഷ്യൽ ഡേറ്റയിൽ നിന്ന് കെയർ റേറ്റിംഗ്സിന്റെ റിപ്പോർട്ട് പ്രകാരം KSRTC കേരളയുടെ ഫിനാൻഷ്യൽ ഇയർ 2024 ഓപ്പറേഷൻസിൽ നിന്നുള്ള റവന്യൂ എന്ന് പറയുന്നത് 3155 കോടി രൂപയാണ്. ഇപ്പൊ തന്നെ KSRTCയുടെ റൈഡർഷിപ്പിലെ 40 തൊട്ട് 45% വരെ സ്ത്രീകൾ തന്നെയാണ്. പക്ഷേ ഈ സ്കീം കൊടുത്തതിന് ശേഷം തീർച്ചയായിട്ടും അത് കൂടും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ നമുക്ക് ഇത് തന്നെ ഒരു ബേസ് ലൈൻ ആയിട്ട് വെക്കാം. അതായത് ഗവൺമെന്റുകൾ അപ്രോക്സിമേറ്റ് ആയിട്ട് റീഇംബേഴ്സ് ചെയ്യേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് 1200 കോടി തൊട്ട് 1400 കോടി വരെയാണ് പെർ ഇയർ. അതായത് ഇതേപോലെ സ്ത്രീകൾക്ക് ഒരു വർഷം മുഴുവൻ ഫ്രീ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഗവൺമെന്റ് KSRTCക്ക് പേ ചെയ്യേണ്ടതായിട്ട് വരുന്നത് 1200 തൊട്ട് 1400 കോടി വരെ ആയിരിക്കും. ഇനി ഈ 1200 കോടി സ്പെൻഡ് ചെയ്തതിന് ശേഷം 2 ലക്ഷം പുതിയ വർക്കിംഗ് വിമനെ വർക്ക് ഫോഴ്സിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്ന് അസ്യൂം ചെയ്യുക. ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വർക്ക് ഫോഴ്സ് അവിടെ ഉണ്ട്. പക്ഷേ അതിനോട് അഡീഷണൽ ആയിട്ട് ഒരു 2 ലക്ഷം വർക്ക് ഫോഴ്സിനെ കൂടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു എന്ന് കരുതുക. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ ഒരു വർക്കറിനെ ക്രിയേറ്റ് ചെയ്യാൻ ഉണ്ടായ കോസ്റ്റ് ഏകദേശം 60,000 രൂപ. ഇതിനെ കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് എന്ന് പറയും. നമ്മളൊക്കെ പണ്ട് സൊമാറ്റോയിലും സ്വിഗ്ഗിയിലും ജിയോയും ഒക്കെ പലതും ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ട്. ഈ ഫ്രീ ആയിട്ട് തന്നതെല്ലാം നമ്മളെപ്പോലെ ഒരു കസ്റ്റമറിനെ അവർ അക്വയർ ചെയ്യാനായിട്ട് അവർ സ്പെൻഡ് ചെയ്ത പണമാണ്. അതേപോലെ ഈ ഒരു സെനാരിയോയിൽ ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത് 60,000 രൂപയാണ്. ഇനി ശരിയായിട്ടുള്ള ചോദ്യം, ആ ഓരോ സ്ത്രീയും ഇൻകം, സ്പെൻഡിങ്, GST, മൾട്ടിപ്ലയർ എഫക്റ്റ് ഇതെല്ലാം വഴി 60,000 രൂപയിൽ കൂടുതൽ ഇക്കണോമിക് വാല്യൂ ക്രിയേറ്റ് ചെയ്യുമോ? അതിനുള്ള ഉത്തരം യെസ് ആണ് എങ്കിൽ ഇതൊരു അടിപൊളി ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ്. 100% ഗവൺമെന്റ് ലാഭത്തിലേക്ക് തന്നെയായിരിക്കും പോകുന്നത്. ഇനി ഉത്തരം നോ ആണ് എങ്കിൽ ഇത് മറ്റൊരു റിക്കറിംഗ് എക്സ്പെൻസ് ആയി മാത്രം എഴുതി തള്ളേണ്ടതായിട്ട് വരും. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ എന്താണ് ശരിയായിട്ടുള്ള ഡിബേറ്റ്? ഫ്രീ കൊടുക്കുന്നത് നല്ലതാണോ മോശമാണോ എന്നുള്ളതല്ല. ഇത് ബ്രേക്ക് ഈവൻ ആകാൻ എത്ര റീച്ച് ചെയ്യാൻ സാധിക്കണം, അത്രത്തോളം റീച്ച് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ നമ്മുടെ നാടിനുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം, പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്താൽ. ഞാനിവിടെ ഒരു അക്കൗണ്ടന്റ് ചോദിക്കുന്ന ചോദ്യത്തിന് പകരം ഒരു എക്കണോമിസ്റ്റ് ചോദിക്കുന്ന ചോദ്യം പോലെ ചോദിക്കാൻ ശ്രമിച്ചു എന്ന് മാത്രം. സോ നമുക്കിനി തിരിച്ച് ആ എയർലൈൻസിലേക്ക് ഒന്ന് പോകാം. എയർലൈൻസ് അവരുടെ സീറ്റിന്റെ നഷ്ടം സഹിക്കുന്നതിന്റെ കാരണം അത് അവർക്കറിയാം. ആ പാസഞ്ചറിൽ നിന്നും വേറെ രീതിയിൽ എങ്ങനെ പണം ഉണ്ടാക്കണം എന്ന്. അവർ അവരുടെ സീറ്റ് വിൽക്കുകയല്ല ചെയ്യുന്നത്, അവർ ഒരു കസ്റ്റമറിനെ വാങ്ങുകയാണ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പണ്ട് കണ്ട സ്വിഗ്ഗിയും സൊമാറ്റോയും ജിയോയും ഒക്കെ നമുക്ക് തന്ന ഫ്രീബി എല്ലാം നമ്മളെപ്പോലെയുള്ള ഒരു കസ്റ്റമറിനെ അക്വയർ ചെയ്യാനായിട്ട് അവർ സ്പെൻഡ് ചെയ്ത പണം തന്നെയാണ്. അവരെല്ലാം അങ്ങനെ ഒരു ലോങ് ടേം ഗെയിമാണ് കളിച്ചത്. ആ ലോങ് ടേം ഗെയിമിന്റെ ഗുണമാണ് അവർക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ ഒരു ലോങ് ടേം ഗെയിമിലുള്ള ഗ്രൗണ്ട് ഇവിടെ KSRTCക്ക് ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജൂൺ 15 മുതൽ കേരളത്തിലെ ലക്ഷക്കണക്കിന് സ്ത്രീകൾ ഫ്രീ ടിക്കറ്റ് എടുത്ത് ബസ്സിലേക്ക് കയറും. ഇവർക്ക് വേണ്ടി എത്ര പണം നമ്മൾ ചെലവാക്കി എന്നോർത്ത് സങ്കടപ്പെടുകയോ അതല്ലെങ്കിൽ അവർക്ക് എന്തുകൊണ്ട് കൊടുത്തു എനിക്കും കൂടി എന്തുകൊണ്ട് തന്നില്ല എന്നുള്ള ചോദ്യം ചോദിച്ച് പരാതിപ്പെടുകയോ അല്ല നമ്മൾ വേണ്ടത്. ആ ഓഡിയൻസിനെ വെച്ച് നമുക്ക് എന്ത് ബിൽഡ് ചെയ്യാം, ആ ഓഡിയൻസിനെ വെച്ച് എങ്ങനെ നമ്മുടെ ഇക്കണോമി കൂടുതൽ പവർഫുൾ ആക്കാം, എങ്ങനെ സോഷ്യലി തന്നെ കൂടുതൽ സ്ത്രീകളെ വർക്ക് ഫോഴ്സിലേക്ക് കൊണ്ടുവരാം എന്നൊക്കെയാണ്. അങ്ങനെ മാത്രമാണ് ഈ സ്കീം ഒരു എക്സ്പെൻസ് മാത്രമാകുമോ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആകുമോ എന്ന് തീരുമാനിക്കപ്പെടുന്നത്. KSRTCയിലേക്ക് കയറി വരുന്ന ആ ഓഡിയൻസ് എല്ലാം ഒരിക്കലും ഒരു ബേർഡൻ ആവില്ല. അവരെല്ലാവരും ഒരു അസറ്റായി മാറും എന്ന് തന്നെയാണ് ഞാൻ വിഷ് ചെയ്യുന്നത്. ഈ സ്കീം ആദ്യമായിട്ട് കേട്ടപ്പോൾ ഞാൻ സ്വന്തമായിട്ട് റിസർച്ച് ചെയ്ത് മനസ്സിലാക്കാൻ ശ്രമിച്ച കാര്യങ്ങൾ ഇവിടെ ഒരു അനാലിസിസ് പോലെ ഷെയർ ചെയ്യാൻ ശ്രമിച്ചു എന്ന് മാത്രം. എന്താണ് ഈ ഒരു ടോപ്പിക്കിൽ അതല്ലെങ്കിൽ ഈ ഒരു സ്കീമിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്ന് തീർച്ചയായിട്ടും എന്നോട് പറയണം. ഇനിയും ഏതെങ്കിലുമൊക്കെ ടോപ്പിക്കിൽ ഇതേപോലെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് ചെയ്യണം എങ്കിൽ അത് ഏത് ടോപ്പിക്കിൽ വേണം എന്ന് തീർച്ചയായിട്ടും നിങ്ങൾ കമന്റിൽ താഴെ പറയുക. അപ്പോൾ ഈ ഒരു സ്കീമിനെ പറ്റിയുള്ള നിങ്ങളുടെ ആർഗ്യുമെന്റ് തീർച്ചയായിട്ടും എനിക്ക് കേൾക്കണം എന്ന് താല്പര്യമുണ്ട്. അത് നിങ്ങൾ താഴെ പറഞ്ഞാൽ നമുക്ക് താഴെ ആ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ള എല്ലാ റെഫറൻസുകളും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.